ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ROC കേഴ്സ് ആൻഡ് AOC കേഴ്സ് എന്നൊരു ടോപ്പിക്കാണ്. അതായത് ചാപ്റ്റർ 3 ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് എന്ത് ROC കേർവ്. സോ മെഷീൻ ലേണിംഗ് എസ്പെഷ്യലി ഫോർ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു നോ വെദർ ദ മോഡൽ ഈസ് സിംപ്ലി ആക്യുറേറ്റ്. അതായത് ഒരു മോഡൽ സിംപ്ലി ആക്യുറേറ്റ് ആണെന്ന് മാത്രമല്ല നമുക്ക് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിൽ ചെക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ we must also understand how well the model separates the two classes. അതായത് പോസിറ്റീവ് ക്ലാസ്സിനെ പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവ് ക്ലാസ്സിന് നെഗറ്റീവ് ആയിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടി വരും. സോ ഡിസീസ് റിലീഫ് അല്ലെങ്കിൽ ഹെൽത്ത് റിലീഫ്, അതേപോലെ തന്നെ സ്പാം അല്ലെങ്കിൽ നോൺ സ്പാം, ഫ്രോഡ് അല്ലെങ്കിൽ ജെനുവിൻ, അങ്ങനത്തെ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കണ്ട. സോ ROC കർവ് എന്ന് പറയുമ്പോൾ റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ആൻഡ് ദ AOC കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ അണ്ടർ ദ കർവ് എന്നാണ് പേര്. Are two important metrics used to measure the ability of a model to distinguish between positive and negative classes. So, there are threshold-based metrics, meaning that they can help us analyze model performance for different decision thresholds. അതായത് എക്സാമ്പിൾ 0.1 ത്രെഷോൾഡ് ഉണ്ട്, 0.5 ഉണ്ട്, അതുപോലെ തന്നെ 0.9 അങ്ങനത്തെ ത്രെഷോൾഡ്സ് ഒക്കെ വാല്യൂസ് ഉണ്ടാവും. അത് മാറി മാറി വരുന്ന വാല്യൂസ് ആണ് നമുക്ക് എങ്ങനെ ഇത് ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഇത് ROC AOC കർവ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പറയുന്ന TP, TL, FP, FN, ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ് ആൻഡ് ഫോൾസ് നെഗറ്റീവ്. സോ അതെന്താന്ന് നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സ് ഭാഗത്തിൽ പഠിച്ചതാണ്. സോ ഇതിൽ നമുക്ക് ഈ ROC കർവ് പഠിക്കേണ്ട മുമ്പ് നമുക്ക് രണ്ട് മെയിൻ സാധനങ്ങളാണ് പഠിക്കുന്നത്: ട്രൂ പോസിറ്റീവ് റേറ്റ് ആൻഡ് ഫോൾസ് പോസിറ്റീവ് റേറ്റ്. ട്രൂ പോസിറ്റീവ് റേറ്റ് അഥവാ റീകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TP ഡിവൈഡഡ് ബൈ TP പ്ലസ് FN. അതേപോലെ തന്നെ ഫോൾസ് പോസിറ്റീവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് പോസിറ്റീവ് ഡിവൈഡഡ് ബൈ false positive plus true negative. അതാണ് നമ്മുടെ equations. So ഇൻഡ്യൂഷൻ നോക്കുകയാണെങ്കിൽ TPR tells us how many actual positive cases the model can detect. അതായത് മോഡലിനെ എത്രമാത്രം പോസിറ്റീവ് കേസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് TPR റേറ്റ് ഷോ ചെയ്യുന്നത്. അതേപോലെ തന്നെ FPR റേറ്റ് എന്താണ് ഷോ ചെയ്യുന്നത്? tells us how many negative classes are wrongly flagged as positive. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കേസസിനെ പോസിറ്റീവ് ആയിട്ട് എത്രമാത്രം ക്ലാസിഫൈ ചെയ്യുന്നത്, അതായത് തെറ്റുത്തരങ്ങൾ മാത്രം പറയുന്ന മോഡലാണെന്ന് ചെക്ക് ചെയ്യുന്ന സംഭവമാണ് എന്ത് FPR റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് റേഷ്യോസ് ആണ്, TPR ആൻഡ് FPR റേഷ്യോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ROC കർവ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ROC എന്ന് പറഞ്ഞാൽ എന്താണ്? ROC എന്ന് പറഞ്ഞാൽ റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്. The graphical representation that shows the model's ability to classify changes with different threshold values. It is plotted with x-axis ഉള്ളത് ഫോൾസ് പോസിറ്റീവ് റേറ്റും അതേപോലെ തന്നെ y-axis-ലുള്ളത് ട്രൂ പോസിറ്റീവ് റേറ്റും ആണ്. സോ ഈച്ച് പോയിന്റ് ഓൺ ദ ROC കർവ് corresponds to a different decision threshold. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a model that performs well will have a curve that is closer to the top left corner. അതായത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്കുള്ള കർവ് ഉണ്ടെങ്കിൽ അതിന് ആ മോഡല് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ് പറയുന്നത്. So the closer the curve is to the top left, the higher the true positive rate and the lower the false positive rate. പിന്നെ ഡയഗണൽ ലൈനിൽ നമുക്ക് 0 മുതൽ 1 വരെ പാസ് ചെയ്തു. അത് റാൻഡം കേസസിന് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. സോ ROC കർവിൽ രണ്ട് സാധനങ്ങളാണുള്ളത്. ഒന്ന് ഫോൾസ് പോസിറ്റീവ് റേറ്റും ട്രൂ പോസിറ്റീവ് റേറ്റും. ഫോൾസ് പോസിറ്റീവ് റേറ്റ് x-axis-ലും ട്രൂ പോസിറ്റീവ് റേറ്റ് y-axis-ലാണ് നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് പ്രഡിക്ഷനും വേഴ്സ്റ്റ് പ്രഡിക്ഷനും ഒരു സെന്റൻസ് ഉണ്ട്. അതായത് പെർഫെക്റ്റ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ പോസിറ്റീവ് റേറ്റ് 1ഉം അതേപോലെ തന്നെ ഫോൾസ് പോസിറ്റീവ് റേറ്റ് 0ഉം. ഏതാണ് പോയിന്റ്? 0,1. അതാണ് എന്ത് നമ്മുടെ പെർഫെക്റ്റ് പ്രഡിക്ഷൻ. അതായത് ഒന്നും നമ്മൾ മിസ്ക്ലാസിഫൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷനാണ് എന്ത് പറയുന്നത് പെർഫെക്റ്റ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേഴ്സ്റ്റ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-0. അതായത് ഫോൾസ് പോസിറ്റീവ് റേറ്റ് 1ഉം മറ്റേ ട്രൂ പോസിറ്റീവ് റേറ്റ് 0ഉം. അതാണ് എന്ത് വേഴ്സ്റ്റ് പ്രഡിക്ഷൻ. അതായത് എല്ലാ ഉത്തരങ്ങളും തെറ്റായിട്ടാണ് ക്ലാസിഫൈ ചെയ്ത് നോക്കുന്നതാണ് എന്ത് ആ മോഡൽ പറയുന്നത്. സോ ഹൗ ദ ROC കർവ് ഈസ് ജനറേറ്റഡ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ ലേബൽസും ഉണ്ട്, പ്രെഡിക്റ്റഡ് ലേബൽസും ഉണ്ട്. ഇത് നമുക്കൊരു പ്രോബ്ലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആക്ച്വൽ ലേബല് 1, പ്രെഡിക്റ്റഡ് ലേബല് പ്രോബിലിറ്റി എത്രയാണ്? 0.9. അതായത് ACE ആണ് എന്ത് 3 പോസിറ്റീവ് സാമ്പിൾസും അതേപോലെ തന്നെ 2 നെഗറ്റീവ് സാമ്പിൾസും ഉണ്ട് നമുക്ക്. അതായത് 1 ഉള്ള പോസിറ്റീവ്, 0 ഉള്ളത് നെഗറ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാമല്ലോ.
we will change the decision threshold from 1.0 down to 0.0. അതായത് 1 ൽ തുടങ്ങിയിട്ട് 0ക്ക് എത്ര വരെ threshold നമുക്ക് കുറച്ച് വരാം. So and calculate the TPR and SPR for each threshold. അപ്പോൾ threshold equal to 1.0, അതായത് 1 അതോ 1 കൂടുതലോ, 1 ആണ് threshold. അപ്പൊ thresholdന്റെ ഹയർ ആണെങ്കിൽ എന്താണ്, predicted പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ predicted നെഗറ്റീവ്. നമുക്ക് predicted positives ആണ് if probability greater than or equal to 1.0. 1.0ന് ഗ്രേറ്റർ ഉള്ള പ്രോബിലിറ്റീസ് ഉണ്ട് ഇവിടെ ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ സാമ്പിൾസ് മീറ്റ് ദി കണ്ടീഷൻ. ഇപ്പം ട്രൂ പോസിറ്റീവ് റേറ്റ് 0 ആണ്, അതേപോലെ തന്നെ ഫോൾസ് പോസിറ്റീവ് റേറ്റ് 0 ആണ്. അതായത് ട്രൂ നെഗറ്റീവ് എത്രയാണ്, 2, ഫോൾസ് നെഗറ്റീവ് 3. അപ്പോൾ നോക്കുകയാണെങ്കിൽ 0/3 0/2 നോക്കുകയാണെങ്കിലും നമുക്ക് 0 ആണ് ഫസ്റ്റ് പോയിന്റ് കിട്ടുന്നത്. ഇനി അടുത്ത ത്രെഷോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8, അതായത് 2 വെച്ചിട്ട് കുറച്ച് വരുന്നുണ്ട്. 0.8 വരും, അതേപോലെ തന്നെ 0.7 വരാം. എങ്ങനെയാണ് ത്രെഷോൾഡ് എടുക്കാം. ഇതിലുള്ള പോലെ ത്രെഷോൾഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 0.8 എടുക്കുകയാണെങ്കിലും എന്താ വരിക, എയും വരും ബിയും വരും. എക്ക് എത്രയാണ് 0.9ഉം ബിക്ക് 0.8ഉം. അപ്പോൾ എ എന്താണ്, ആക്ച്വൽ ലെവൽ 1 ആണ്. അപ്പോൾ 1 എന്നുള്ളത് ട്രൂ പോസിറ്റീവ് റേറ്റിൽ നമുക്ക് 1 എന്നിടാം. അതേപോലെ ബി എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ ഫോൾസ് പോസിറ്റീവ് ഇപ്പോൾ 1 എന്നിടാം. അപ്പോൾ എന്താണ് നോക്കുന്നത്, ട്രൂ നെഗറ്റീവ് എന്ത് വന്നു, ആ 2 സാധനം കുറഞ്ഞല്ലോ. ഇപ്പോൾ ട്രൂ നെഗറ്റീവ് 1ഉം അതേപോലെ തന്നെ ഫോൾസ് നെഗറ്റീവ് 2ഉം വന്നു. ആൻഡ് TPR റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 + 2, അതായത് 3. 1/3 എന്നുള്ള 0.33. SPR റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 1/1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5. സോ പോയിന്റ് എന്താണ്, 0.5, 0.33. ത്രെഷോൾഡ് 0.7. അതേപോലെ തന്നെ കേട്ടോ, 0.7 വന്നു കഴിഞ്ഞാൽ എന്താണ്, എ വരും, ബി വരും, സി വരും. എയും സിയും പോസിറ്റീവ്, ബി ആണ് നെഗറ്റീവ്. എയും സിയും പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ പോസിറ്റീവ് റേറ്റ് 2ഉം ഫോൾസ് പോസിറ്റീവ് റേറ്റ് 1ഉം. അപ്പൊ എന്താണ്, ട്രൂ പോസിറ്റീവ് 2 വരുന്നതുകൊണ്ട് ഇവിടെ ട്രൂ നെഗറ്റീവ് 1ഉം അതേപോലെ തന്നെ നമുക്ക് 5 എക്സാമ്പിൾസ് എല്ലാം ഉള്ളത്. അങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ എന്താണ്, ട്രൂ പോസിറ്റീവ് 1ഉം ഫോൾസ് പോസിറ്റീവ് 1ഉം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ എന്താണ് നോക്കുന്നത്, ഫോൾസ് നെഗറ്റീവ് ആണ് 2, ട്രൂ നെഗറ്റീവ് 1. ഇവിടെ എന്താണ് നോക്കുന്നത്, നമുക്ക് 2 ട്രൂ പോസിറ്റീവ് വന്നിട്ടുണ്ട്, ഒരു ഫോൾസ് പോസിറ്റീവും വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ബാക്കിയുള്ളത്, ഒരു ട്രൂ നെഗറ്റീവും ഒരു ഫോൾസ് നെഗറ്റീവും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ടതില്ല. ലൈക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറും ഇങ്ങനത്തെ ചോദിക്കില്ല. ലെസ്റ്റ് നമുക്ക് നമ്മളെ കൺഫ്യൂഷൻ മെട്രിക്സ് പഠിച്ചിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യൻസ്, അതായത് കൺഫ്യൂഷൻ മെട്രിക്സ് ജനറേറ്റ് ചെയ്യണത്, അതിൽ നിന്ന് ROC കർവ് ജനറേറ്റ് ചെയ്യാനാണ് പറയുക. അപ്പൊ നമുക്ക് എന്താണ്, ട്രൂ പോസിറ്റീവ്, ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ്, അതൊക്കെ നമുക്ക് ആ കൺഫ്യൂഷൻ മെട്രിക്സ് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, TPR FPR റേറ്റ് കണ്ടുപിടിച്ചിട്ട് ഓരോ പോയിന്റ് ആക്കിയിട്ട് നമുക്ക് ഓരോ ത്രെഷോൾഡിനെ എഴുതാന്നാണ്. സോ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതേപോലെ ഇങ്ങനെ ചെയ്യാന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് കൺഫ്യൂഷൻ മെയിൻ ആയിട്ട് കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. അതായത് ട്രൂ പോസിറ്റീവ് എങ്ങനെ എടുക്കുക, ഫോൾസ് പോസിറ്റീവ് എങ്ങനെ എടുക്കുക, ട്രൂ നെഗറ്റീവ് എങ്ങനെ എടുക്കുക, ഫോൾസ് നെഗറ്റീവ് എങ്ങനെ എടുക്കുക. അതായത് ത്രെഷോൾഡിൽ വരുന്ന സാധനങ്ങൾ പോസിറ്റീവ് ഉള്ളത് ട്രൂ പോസിറ്റീവിനും നെഗറ്റീവ് ഫോൾസ് പോസിറ്റീവിനും കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കി 2 സാധനങ്ങളാണ് ജസ്റ്റ് ട്രൂ നെഗറ്റീവും ഫോൾസ് നെഗറ്റീവും എങ്ങനെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ നോക്കുക. സോ TPR എന്ന് പറയുന്നത് 2/2 + 1 എത്രയാണ്, 3. 2/3 ഇവിടെ 1/2. അപ്പോൾ ത്രെഷോൾഡ് 0.4, ത്രെഷോൾഡ് 0.3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 5 പോയിന്റ് കിട്ടി. 0 മുതൽ 1 വരെ പോയിന്റ് കിട്ടി. അപ്പൊ നമുക്ക് അത് പ്ലോട്ട് ചെയ്ത് കൊണ്ടുവരിക. ഇത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫെക്റ്റ് പ്രൊഡിക്ഷൻ എതിരാ വരുന്നത് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിൽ പ്രൊഡിക്ഷൻ വരുന്നത് ജസ്റ്റ് എന്താണ്, ട്രൂ പോസിറ്റീവ് റേറ്റ് കൂടുതലും ഫോൾസ് പോസിറ്റീവ് റേറ്റ് കുറവുള്ള സമയമാണ് നമുക്ക് എന്ത് വരിക, പെർഫെക്റ്റ് പ്രൊഡിക്ഷൻ വരിക. ഇങ്ങനെയാണ് ഇപ്പൊ ഒരു ROC കർവ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറയുക. അതായത് ഈ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഗ്രാഫില് ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യാന്നുള്ളൂ. അതായത് നമ്മുടെ ഈ ഗ്രാഫിൽ അതാണ് ഒരു ബേസിക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഉണ്ടോ. അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ AUC, ഏരിയ അണ്ടർ കർവ്. ഏരിയ അണ്ടർ കർവ് ഇസ് ദ ഏരിയ അണ്ടർ ദ ROC കർവ്. ROC കർവിന് അടിയിലുള്ള ഏരിയയാണ് എന്ത് പറയുന്നത്, AUC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് പ്രൊവൈഡ്സ് എ സിംഗിൾ നമ്പർ ദാറ്റ് summarizes the model's ability to separate positive and negative classes. പോസിറ്റീവ് നെഗറ്റീവ് ക്ലാസ്സസിൽ നമ്മളുള്ള ഡിഫറൻസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ് നമുക്ക് എന്ത് ചെയ്യണത്, AUC നമുക്ക് ജനറേറ്റ് ചെയ്യണം. AUC ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ ഓഫ് 0 to 1 TPR into FPR റേഷ്യോ into ഡെറിവേറ്റീവ് ഓഫ് FPR. സോ AUC നമുക്ക് 1 വരും, 0.5 വരും,
ലെസ് ദാൻ 0.5 വരും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 വരുന്ന സമയത്താണ് എന്ത് പെർഫെക്റ്റ് ക്ലാസിഫയർ നമുക്ക് പറയാവുന്നതാണ്. അതേപോലെ തന്നെ AOC കർവ് 0.5 വരുമ്പോൾ റാൻഡം ഗസിങ്ങും, ലെസ് ദാൻ 0.5 എന്ന് പറയുമ്പോൾ വേഴ്സ് കേസും. ഇത് ROC കർവ് പോലെ തന്നെയാണ്, ബട്ട് AOC എന്ന് പറയുമ്പോൾ ഏരിയ അണ്ടതൊക്കെ കാര്യം കൂടി വരും. AOC നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ സാധനം ചെയ്തിട്ടുണ്ട്. AOC നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രപ്പിസോഡിയൽ റൂൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ലൈക്ക് നമ്മൾ പ്ലസ് ടു അല്ല, ഒരു 10th ആ റേഞ്ചിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കുകയാണെങ്കിൽ സിഗ്മോയിഡ് ഓഫ് FPR ഇൻറ്റു I+1 മൈനസ് FPR ഓഫ് I ഇൻറ്റു TPR ഓഫ് I+1 പ്ലസ് TPR ഓഫ് I ഹോൾ ഡിവൈഡഡ് ബൈ 2. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ TPR FPR റേഷ്യോ കൂടി മൈനസ് ചെയ്യുക. 0.5 മൈനസ് 0 ഇൻറ്റു 0.33 പ്ലസ് 0 ബൈ 2 അങ്ങനെ ചെയ്ത് പോവുക. അങ്ങനെ ചെയ്ത് പോയിട്ട് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0.4175 ആ റേഞ്ച് കിട്ടും. സോ സിൻസ് ദ ആക്ച്വൽ ROC കർവ് സ്ലൈറ്റ്ലി എക്സ്റ്റെൻഡ്, അതായത് കാരണം എന്താണ് സ്ലൈറ്റ്ലി എക്സ്റ്റെൻഡ് ചെയ്യില്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലല്ല, ജസ്റ്റ് ഒരു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് കൂടുതലാണ് ജസ്റ്റ് മെയിൻ ആയിട്ട് വരിക ROC കർവ്സ് ഒക്കെ. സോ എക്സ്റ്റെൻഡ് അപ്വേർഡ് ഡ്യൂ ടു ബെറ്റർ ത്രെഷോൾഡ് ഓർഡർ. അതായത് ത്രെഷോൾഡ് ഓർഡറിങ് നമുക്ക് റാൻഡം ആയിട്ടുള്ള നോക്കണം. ഒരു മെയിൻ ആയിട്ടുള്ള ത്രെഷോൾഡ് ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, TPR FPR റേഷ്യോ കുറച്ചുകൂടി നല്ലതായിട്ട് കിട്ടും. സോ ഇതിന് നമുക്കൊരു AOC വരുന്നത് 0.83 ആണെന്ന് ഒരു വെച്ചു, അതായത് ആക്യുറേറ്റ് ഒരു അപ്രോക്സിമേറ്റ് 0.83 വരുന്നത് വെച്ചു. അപ്പൊ 0.83 AOC വന്നു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് മീൻസ് ദാറ്റ് there is a 83% of chance that the model will rank a randomly chosen positive insert higher than a randomly chosen negative insert. നമുക്കൊരു സാമ്പിളിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2 സാധനങ്ങൾ എടുത്തു, ഒരു സാധനം ഒരു ബോളിൽ നിന്ന് 2 ബോൾസ് എടുത്തു, ഒരു ബോൾ പോസിറ്റീവും ഒരു ബോൾ നെഗറ്റീവും. അപ്പോൾ നമുക്ക് ആ ബോൾ എടുക്കുന്ന സമയത്ത് 83% ഓഫ് പ്രോബിലിറ്റിയിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. അതേപോലെ തന്നെ ബാക്കി 70% ആണ് എന്ത് നെഗറ്റീവ് ചൂസ് ചെയ്യാനുള്ള ഇൻസ്റ്റൻസ് ഉള്ളതാണ് ഇതിൽ പറയുന്നത്. സോ ദ ക്ലോസർ AOC ഈസ് ടു 1, the better the model's ability to distinguish between classes. സോ ROC കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേസിക്കലി നമുക്ക് 4 പോയിന്റ്സ് ആണ് ഉള്ളത്, 0 0 0 1 1 1. ഡയഗണലി വൈസിക്കൽ എക്സ്, അതായത് 0.5 0.5 വരാം, അങ്ങനെ സാധനം വരാം. അപ്പൊ ജസ്റ്റ് എന്ത് വരാം, 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പ്രഡിക്ഷൻസ് ആർ പോസിറ്റീവ്. 0 0 എന്ന് പറഞ്ഞ പൊസിഷനിൽ നോ പ്രഡിക്ഷൻസ് ആർ പോസിറ്റീവ്, ഒറ്റ പ്രഡിക്ഷൻസ് പോസിറ്റീവ് ഇല്ല. കാരണം എന്താണ്, TPR റേഷ്യോ 0, FPR റേഷ്യോ 0, ഒന്നും പ്രഡിക്ഷൻസ് പോസിറ്റീവ് അല്ല എന്നാണ് പറയുന്നത്. അതേപോലെ 0,1 0,1 നമുക്ക് എന്താണ് പറഞ്ഞത്, 0,1 പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്, അതാണ് ഐഡിയൽ കേസ് നമ്മൾ പറയുന്നതാണ്. അതേപോലെ തന്നെ 1 കേസിൽ എന്താണ്, ഓൾ സാമ്പിൾസ് ആർ പ്രഡിക്റ്റഡ് പോസിറ്റീവ്, അതായത് ഓൾവേസ് പോസിറ്റീവ് പ്രഡിക്ഷൻ ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് എന്ത് വരും, 1,0 കൂടി വരും. 1,0 എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾവേസ് റോങ് പ്രഡിക്ഷൻ. 1,0 എന്ന് പറയുമ്പോൾ 1,0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് റോങ് പ്രഡിക്ഷൻ, അതായത് ഫോൾസ് പോസിറ്റീവ് റേറ്റ് മാത്രം 1, ട്രൂ പോസിറ്റീവ് റേറ്റ് 0. അപ്പൊ നമുക്കൊരു ഓൾവേസ് റോങ് പ്രഡിക്ഷൻസ് ആണ് എന്ത് പറയുക, ആ 1,0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡയഗണൽ ലൈൻ എന്ന് പറയുമ്പോൾ റാൻഡം ക്ലാസിഫയർ. കീ ടേക്ക് അവേസ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ROC AOC gives a clear picture on how well the model separates the two classes. അതായത് ഒരു മെട്രിക്സ് ആണ്, അത് മോഡലിന് ആ 2 ക്ലാസ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു നോക്കാനുള്ള ഒരു മെട്രിക്സ് ആണ് എന്ത് ROC AOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ROC curves shows performance across thresholds and the AOC summarizes this performance into one number between 0 and 1. അതായത് 0 and 1 ഉള്ള ഒരു നമ്പർക്ക് AOC കർവ് നമുക്ക് സമ്മറൈസ് ചെയ്ത് തരും. അപ്പൊ അത് ഒന്നിനോടാണ് ചായ്വെങ്കിൽ അത് നല്ലൊരു ക്ലാസിഫയർ ആണ്. ലെസ് ദാൻ 0.5 ആണെങ്കിൽ റോങ് ക്ലാസിഫയർ ആണ്, 0.5 ആണെങ്കിൽ അത് റാൻഡം ക്ലാസിഫയർ ആണ് നമുക്ക് പറയാം. ഇതൊക്കെയാണ് എന്ത് ROC ആൻഡ് AOC കർവിലുള്ള ഒരു സംഭവം. ജസ്റ്റ് സമ്മർ എക്സാം ക്ലാസിഫയർ എന്ന് പറയുമ്പോൾ AOC കർവ് 0.95 വന്നിട്ടുണ്ട്. എന്താണ്, എക്സലന്റ് പെർഫോമൻസ് ആണ്. ക്ലാസിഫയർ B എന്താണ്, AOC നോക്കുന്നത് 0.7 ആണ് നോക്കുന്നത്, ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. So then classifier A is better at distinguishing between positive and negative classes for all threshold values. അപ്പോൾ ഹയർ AOC ഉണ്ടെങ്കിൽ ബെറ്റർ ക്ലാസിഫിക്കേഷൻ പെർഫോമൻസ് നമുക്ക് പറയാം.
ഇതോടെ നമുക്ക് മൊഡ്യൂൾ 3 പാർട്ട് 1 കഴിഞ്ഞു.